മഹാഭാരത യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ കബന്ധങ്ങളെ കൊണ്ട് യുദ്ധക്കളം നിറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ കബന്ധങ്ങളുടെ അരികുഭാഗത്തൊരു കഴുകനിരിക്കുന്നു. ആ കഴുകൻ നിലത്ത് വീണ് കിടക്കുന്ന ചേതനയറ്റ ശവശരീരങ്ങളെ നോക്കിക്കൊണ്ട് നെടുവീർപ്പിട്ടിരിക്കുകയാണ്. ആ നെടുവീർപ്പിട്ടിരിക്കുന്ന വേളയിലാണ് യുദ്ധക്കളത്തിന്റെ ഒരു വശത്തൂടെ നാരദമുനി കടന്നു പോകുന്നത്. നാരദമുനി കഴുകനോട് ചോദിച്ചു, നീ എന്തിനാണ് ഈ യുദ്ധക്കളത്തിൽ മനുഷ്യ കബന്ധങ്ങൾ ചേതനയേറ്റു കിടക്കുമ്പോൾ അതിന്റെ സമീപത്ത് നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കാനുള്ള കാരണമെന്താണ്? ആ കഴുകൻ പറഞ്ഞു, പ്രിയപ്പെട്ട നാരദമുനി, എന്റെ ഭാര്യ രോഗിണിയാണ്. എന്റെ ഭാര്യയ്ക്ക് ഗുരുതരമായ രോഗമാണെന്ന് വൈദ്യൻ പറഞ്ഞു. ആ രോഗത്തിന് ഒരൊറ്റ മരുന്നേ ഉള്ളൂ, നല്ല ഒരു മനുഷ്യന്റെ മാംസം എന്റെ ഭാര്യയ്ക്ക് നൽകണം. ഇത് യുദ്ധക്കളമാണല്ലോ, ധാരാളം മനുഷ്യ മാംസം ഇവിടെ ഉണ്ടാവും. അപ്പൊ മനുഷ്യ മാംസം അന്വേഷിച്ചിട്ടാണ് ഞാൻ വന്നത്. നാരദമുനി ചോദിച്ചു, ഈ കാണുന്നതെല്ലാം മനുഷ്യ മാംസമല്ലേ? നീ പിന്നെ എന്തുകൊണ്ടാണ് ഇവിടെ കിടക്കുന്ന ശവശരീരങ്ങളിലേക്ക് നെടുവീർപ്പിട്ടുകൊണ്ട് നോക്കാനുള്ള കാരണമെന്താണ്? ഉടനെ കഴുകൻ പറഞ്ഞു, ആര് പറഞ്ഞു ഇത് മനുഷ്യമാംസമാണെന്ന്? ഇത് മനുഷ്യമാംസമല്ല എന്ന് തിരിച്ചറിയണമെങ്കിൽ എന്റെ മുഖത്തിരിക്കുന്ന കണ്ണട ഉപയോഗിച്ചുകൊണ്ട് ഈ ശവശരീരങ്ങളിലേക്ക് നിങ്ങൾ നോക്കണം. നാരദമുനിക്ക് ഈ കഴുകൻ തന്റെ മുഖത്തുണ്ടായിരുന്ന കണ്ണട ഊരി നൽകി. നാരദമുനി ആ കണ്ണട ധരിച്ചുകൊണ്ട് മനുഷ്യ കബന്ധങ്ങളെ നോക്കുമ്പോൾ അദ്ദേഹം ഞെട്ടിപ്പോയി. കാണുന്നത് മനുഷ്യരല്ല, മറിച്ച് മൃഗങ്ങളും പുലികളും സിംഹങ്ങളൊക്കെയാണ്. എന്താണ് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുന്നത്? അന്ന് നാരദമുനി തന്റെ പ്രിയപ്പെട്ട കഴുകൻ തനിക്ക് സമ്മാനിച്ച കണ്ണട ഉപയോഗിച്ചുകൊണ്ട് അന്ന് കണ്ട പുലികളും മൃഗങ്ങളും കടുവകളും സിംഹങ്ങളുമെല്ലാം യഥാർത്ഥത്തിൽ ഇന്ന് നമ്മളെ കുറിച്ചല്ലേ അദ്ദേഹം ഒന്ന് കണ്ടത്. ഒരുപാട് മനുഷ്യരുണ്ട് രാജ്യത്ത് പല സ്ഥലങ്ങളിലായി, നല്ല മനുഷ്യ വേഷമണിഞ്ഞവർ. പക്ഷെ അവരുടെ പ്രവൃത്തി പിശാചിന്റെ പ്രവൃത്തിയായിരിക്കുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകാന്ത്യത്തിന്റെ പ്രധാനപ്പെട്ട അടയാളം അതാണ്.